Hello students, plus 1 board exam chemistry മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും A+ കിട്ടണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ എന്താണ് എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ നിങ്ങളെ A+ കിട്ടാൻ സഹായിക്കുന്ന തരത്തിൽ ഞാൻ +1 കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇനിയുള്ള ബിജിമോൺസ് കെമിസ്ട്രി ക്ലാസ്സസ് എന്ന എൻ്റെ ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയും ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന തരത്തിൽ നിങ്ങൾ സബ്ജക്റ്റിനെ, കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടും. മോർ ദാൻ 95% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ബിജിമോൺസ് കെമിസ്ട്രി ക്ലാസ്സസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമുക്ക് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഏതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ശരിക്കും ആറ്റത്തിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ആറ്റത്തിലെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് തുടങ്ങിയവയുടെ ഡിസ്കവറി, അതിനുശേഷം different atom models, Thomson's atom model, Rutherford's atom model, Bohr's atom model, then modern concept to structure of atom, atomic structure കേസിലുള്ള പുതിയ ആശയങ്ങൾ തുടങ്ങിയ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം, അതായത് സ്റ്റഡി ഓഫ് കാത്തോഡ് റേസ്. കാത്തോഡ് റേസിന്റെ കണ്ടുപിടുത്തമാണ് ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിന് സഹായിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനുശേഷം എന്താണ് പ്രോട്ടോണിന്റെ ഡിസ്കവറി, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ, സ്റ്റഡി ഓഫ് ആനോഡ് റേസ്. യെസ്, ഓക്കെ. അതിനുശേഷം നിങ്ങൾ തോംസൺസ് ആറ്റം മോഡൽ പഠിക്കുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ആറ്റം, ദെൻ അതിനുശേഷം റുദർഫോർഡ്സ് ആൽഫാ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് റുദർഫോർഡ് ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കിയത്. അതിന്റെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ യൂഷ്വലി എക്സാമിന് വരുന്നതാണ്. കൂടാതെ ആറ്റം മോഡലിന്റെ ഡീമെറിറ്റ്സും എക്സാമിന് വരുന്നതാണ്. റുദർഫോർഡ്സ് ആറ്റം മോഡൽ, പോസ്റ്റുലേറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. അതിനുശേഷം എന്താണ് നീൽസ് ബോറിനെ ആറ്റം മോഡൽ ഉണ്ടാക്കാൻ സഹായിച്ച ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഡെവലപ്മെന്റ്സ് ലീഡിംഗ് ടു ബോർസ് ആറ്റം മോഡൽ. ദെൻ ബോർസ് ആറ്റം മോഡലിലെ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർസ് ആറ്റം മോഡൽ, അതുകൂടാതെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ബോർസ് ആറ്റം മോഡൽ. ഓക്കെ, ദെൻ ഇൻ ദ കേസ് ഓഫ് ആറ്റോമിക് സ്പെക്ട്രം, നിങ്ങളിവിടെ എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ പഠിക്കുന്നുണ്ട്. അവിടെ റിഡ്ബർഗ്സ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോഡേൺ കോൺസെപ്റ്റ് ടു സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന മോഡേൺ കോൺസെപ്റ്റ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, അതുമായി ബന്ധപ്പെട്ട ഡിബ്രോളി ഇക്വേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം നെക്സ്റ്റ് മോഡേൺ അപ്രോച്ച് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതിനുശേഷമാണ് എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തത്. ആ ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓർബിറ്റൽ എന്ന പുതിയ ഒരു കോൺസെപ്റ്റ് ആറ്റോമിക് സ്ട്രക്ചറിന്റെ കേസിൽ ഉണ്ടായത്, ആറ്റത്തിന്റെ കേസിൽ ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്, ഓർബിറ്റലിന്റെ എനർജി, സൈസ്, ഷേപ്പ്,
ഓറിയന്റേഷൻ ആൻഡ് സ്പിൻ ഓഫ് ഇലക്ട്രോൺ, ഈ കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ അതിനുശേഷം the distribution of electrons in different atomic orbitals, that is electronic configuration. Yes, electronic configuration പ്രധാനമായിട്ടും 3 റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടത്തുന്നത്. എന്തൊക്കെയാണ്? ഹാഫ് ബോ പ്രിൻസിപ്പിൾ, then Hund's rule, then Pauli's exclusion principle. ഓക്കെ, ഇതുകൂടാതെ ലാസ്റ്റ് പാർട്ടിൽ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നിങ്ങൾ പഠിക്കുന്നു. ഇതാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ്. ഇനി നമ്മൾ ഓരോ ഏരിയയിലും ഇതിനു മുമ്പേ വന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഏരിയ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. അതായത് ഓക്കെ, അപ്പോൾ കാത്തോഡ് റേസിൻ്റെ കണ്ടുപിടുത്തമാണ് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിന് സഹായിച്ചത് എന്ന് നമുക്കറിയാം. ഈ കാത്തോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ്, ലിസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കാത്തോഡ് റേസ് എക്സാമിന് ചോദിക്കാം. ഒരു 2-4 പ്രോപ്പർട്ടി എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാത്തോഡ് റേസിൻ്റെ 4 പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുന്നത്. നമ്പർ 1, കാത്തോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. Number 2, cathode rays consist of negatively charged particles. Number 3, cathode rays consist of material particles. And number 4, cathode rays get deflected by electric and magnetic field. Okay, so cathode rays are nothing but the flow of electrons. നമുക്കറിയാം. ഓക്കെ, അതിനുശേഷം അടുത്തത് പ്രോട്ടോണിൻ്റെ ഡിസ്കവറിയാണ്. ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ എന്താണ്? ആനോഡ് റേസിൻ്റെ കണ്ടുപിടുത്തമാണ് പ്രോട്ടോണിൻ്റെ കണ്ടുപിടുത്തത്തിന് സഹായിച്ചത്. ഗോൾഡ്സ്റ്റെയിൻ എന്ന സയൻറ്റിസ്റ്റ് ആണ് ആനോഡ് റേസിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ആനോഡ് റേസിൻ്റെ പല പ്രോപ്പർട്ടീസും കാത്തോഡ് റേസിന് സെയിം തന്നെയാണ്. Anode rays also travel in straight lines. Anode rays consist of material particles. Anode rays get deflected by electric and magnetic field. പക്ഷേ anode raysലെ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. Anode rays consist of positively charged particles. Next important area, Rutherford's alpha ray scattering experiment ആണ്. അപ്പോൾ ഒരു ഇയർ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: റൈറ്റ് ദ ഒബ്സർവേഷൻസ് ഓഫ് Rutherford's alpha ray scattering experiment which leads to the conclusion that most of the space of an atom is empty. ആറ്റത്തിലെ ഭൂരിഭാഗം സ്പേസും എംറ്റി ആണ്, ശൂന്യമാണ് എന്ന കൺക്ലൂഷനിലേക്ക് റുദർഫോർഡിനെ എത്തിച്ച എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ എന്തായിരുന്നു? ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിലെ ഒബ്സർവേഷൻ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് അറിയണം അല്ലേ? എന്താണ് അത് ചെയ്തത്? റുദർഫോർഡ് bombarded a thin gold foil with fast moving alpha particles. Okay, ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആൽഫ റേഡിയം മെറ്റൽ, റേഡിയം എന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്ത പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിളിനെ ഒരു ഗോൾഡ് ഫോയിലുമായിട്ട് അദ്ദേഹം ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു, കൂട്ടി ഇടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സർക്കുലർ. ഓക്കെ, ഇതിൻ്റെ മധ്യയാണ് ഗോൾഡ് ഫോയിൽ ഉള്ളത്. ഇതിന് തൊട്ട് പിറകിൽ ഉണ്ടായ ഫ്ലാഷ് ഓഫ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഫസ്റ്റ് ഒബ്സർവേഷൻ അപ്പോൾ എന്താ? പ്ലീസ് നോട്ട് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് passes through the gold foil without any deviation. That means most of the alpha particles passes through the gold foil means gold atoms. Okay, without any deviation. Then conclusion number 1. Upon the most of the space of an atom is empty. Appo ivide answer appo enda? Since most of the alpha particles, okay, about 99.9% of alpha particles
passes through the gold foil without any deviation. Most of the space of an atom is empty. Okay, അപ്പോൾ ഇതേപോലെ എന്താണ് ഇനിയുള്ള രണ്ട് ഒബ്സർവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി ജസ്റ്റ് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ഒബ്സർവേഷൻ ഇതായിരുന്നു, a few of alpha particles get deflected by small angles. Okay, ചെറിയ ഭാഗം ആൽഫ പാർട്ടിക്കിളിന് ചെറിയ ആംഗിൾ ഡിഫ്ലക്ഷൻ സംഭവിച്ചു. കാരണം ഇപ്പോൾ ആൽഫ പാർട്ടിക്കിളിലെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിളിന് ഡിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിൾ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു റീജിയൻ്റെ അടുത്തുകൂടി കടന്നു പോകണം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള സെൻറ്റർ ഉണ്ട്, അതിന് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. യെസ്, അപ്പോൾ ഒബ്സർവേഷൻ നമ്പർ 2, a few of alpha particles get deflected by very small angle. Okay, the conclusion is atom consists of a positively charged center called nucleus. Okay, then last observation, a very few of alpha particle get deflected by an angle of more than 90 degree. Okay, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് the conclusion of എന്താണ്, the size of the nucleus is very small as compared to size of an atom. ന്യൂക്ലിയസിൻ്റെ സൈസ് ആറ്റത്തിൻ്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ ഈ 3 ഒബ്സർവേഷനും 3 കൺക്ലൂഷനും നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ റുദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തു. അതാണ് റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ നമുക്ക് നോക്കാം the main postulates of Rutherford's atom model. Okay, ഇപ്പോൾ ഇവിടെ പോസ്റ്റ്ലേറ്റ്സ് ചോദിക്കാം, ഇതിൻ്റെ ഡ്രോബാക്സ് ചോദിക്കാം. ഇത് പല പ്രാവശ്യം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 postulates of Rutherford's atom model, റൈറ്റ് എനി 2 demerits of Rutherford's atom model. 2 postulates ചോദിക്കണമെന്ന് നിർബന്ധമില്ല, 4 postulates ചോദിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ആ postulates വളരെ ബ്രീഫായിട്ട് പറയാം. ഫസ്റ്റ് postulate, the atom consists of a heavy positively charged center called nucleus. Next, the positive charge of the nucleus is due to the presence of proton. Next, size of the nucleus is very small as compared to size of an atom. Next, the electrons are revolving around the nucleus at a very high speed, just like planets revolving around the sun. Hence these electrons are called planetary electrons. Next postulate, most of the space of an atom is empty. Then ഇതിൻ്റെ 2 demerits ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. Number 1, very important, please note. Number 1, it could not explain the stability of atom. Next, it could not explain atomic spectra. Next important area, developments leading to Bohr's atom model. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലിലേക്ക് ലീഡ് ചെയ്ത വഴിതെളിയിച്ച പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഒന്ന് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ, പിന്നെ ആറ്റോമിക് സ്പെക്ട്ര. ഇതിൽ ഡ്യുവൽ നേച്ചറുമായി ബന്ധപ്പെട്ട ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ മീൻസ് വാട്ട്? റേഡിയേഷൻ possess particle nature as well as wave nature. ഓക്കെ, അപ്പോൾ റേഡിയേഷന്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട്. അപ്പോൾ ലൈറ്റ് നമുക്കറിയാം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. അപ്പോൾ ഇവിടെ ഈ വേവ് നേച്ചർ ഓഫ് റേഡിയേഷനിൽ എന്താണ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 properties of light that can be explained using particle nature. പാർട്ടിക്കിൾ നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ലൈറ്റിൻ്റെ 2 പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും രണ്ടാമത്തത് ബ്ലാക്ക് ബോഡി റേഡിയേഷനുമാണ്. ഇതേപോലെ ഓക്കെ, നമുക്കറിയാം റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 properties of light that can be explained using wave nature of light. ലൈറ്റിൻ്റെ വേവ് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണ്? ഡിഫ്രാക്ഷനും ഇന്റർഫറൻസുമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്
ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റ് ഹേർട്സ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ദ ഫിനോമിനൻ ഓഫ് ejection of electron when light of suitable frequency falls on certain light metals like rubidium, cesium, potassium, etc. Okay, നമുക്കറിയാം. അപ്പോൾ പൊട്ടാസ്യം, സീസിയം, റുബീഡിയം തുടങ്ങിയ ലൈറ്റ് മെറ്റലിൻ്റെ സർഫസിൽ, ഭാരം കുറഞ്ഞ മെറ്റലിൻ്റെ സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ആ മെറ്റാലിക് സർഫസ് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്ന, പുറന്തള്ളുന്ന ഫിനോമിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ അതുമായി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ഹെൻറിച്ച് ഹേർട്സ് ഒബ്സർവ് ചെയ്ത മൂന്ന് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്താണ്, എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആ ഏരിയ ഒപ്പം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: the number of electrons ejected in the photoelectric effect is directly proportional to dash of light. Okay, answer intensity എന്നാണ്. അപ്പോൾ എപ്പോഴും ഓരോ സെക്കൻഡിലും മെറ്റൽ ഇജക്റ്റ് ചെയ്യുന്ന, പുറന്തള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കും. ഇവിടെ ആൻസർ അപ്പോൾ എന്താ? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതുപോലെ തന്നെ the kinetic energy of photoelectron is proportional to frequency of light. Frequency, the answer frequency ആണ്. അതുകൂടാതെ മൂന്നാമതൊരു പോയിന്റ് കൂടി ഇപ്പോൾ നിങ്ങൾ ഓർക്കണം, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന കാര്യം. ഓക്കെ, that means for each metal certain minimum frequency of light is required to eject electron. This frequency is called threshold frequency. അതിന്റെ സിംബൽ μ0 ആണെന്നും ഓർക്കുക. ഓക്കെ, ഓരോ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസിയുള്ള ലൈറ്റ് പോയി മെറ്റാലിക് സർഫസിൽ പതിക്കണം. ഈ മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു h into h means Planck's constant into nu means μ0. Okay, nu is the frequency of light, μ0 is the threshold frequency of metal. അപ്പോൾ ഈ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് യൂഷ്വലി എക്സാമിന് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് when UV radiation of frequency 1.6 into 10⁻15 second inverse strikes the surface of potassium metal. Threshold frequency of potassium is 5 into 10⁻14 second. Here you have to calculate the kinetic energy of ejected electrons. When ultraviolet radiation of frequency 1.6 into 10⁻15 second inverse strikes the surface of potassium metal. Here threshold frequency μ0 of potassium is 5 into 10⁻14 second inverse. Direct substitution. Okay, the value of h is 6.626 into 10⁻⁻34 and 1.6 into 10⁻15 minus 5 into 10⁻14. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ആറ്റോമിക് സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആറ്റോമിക് സ്പെക്ട്ര രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്കറിയാം, എമിഷൻ സ്പെക്ട്ര ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അപ്പോൾ ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്ര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൗ മെനി സീരീസ് ആർ ഫൗണ്ട് ഇൻ സ്പെക്ട്രം ഓഫ് ആറ്റോമിക് ഹൈഡ്രജൻ? മെൻഷൻ ദ നെയിംസ് ആൻഡ് ദ റീജിയൻസ് ഇൻ വിച്ച് ദേ അപ്പിയർ. അപ്പോൾ ഹൈഡ്രജൻ്റെ ദ എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ കൺസിസ്റ്റ് ഓഫ് 5 സീരീസ് ഓഫ് ലൈൻസ്. ഓക്കെ, എന്തൊക്കെയാണത്? ഓക്കെ, നമുക്ക് നോക്കാം. അത് സീരീസ്, ലൈമൺ സീരീസ് ബിലോങ്സ് ടു അൾട്രാവയലറ്റ് റീജിയൻ, ബാർമർ സീരീസ് ബിലോങ്സ് ടു വിസിബിൾ റീജിയൻ, ബാക്കിയുള്ള പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ് ബിലോങ്സ് ടു ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പോൾ നെക്സ്റ്റ് ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷനാണ് റിഡ്ബർഗ്സ് ഇക്വേഷൻ. ഓക്കെ, ആ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് യൂഷ്വലി എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
the Balmer series of lines in the hydrogen spectrum appear in the visible region of electromagnetic spectrum. Calculate wave number. Wave number കാണണം, nu bar കാണണം. Wave number is the reciprocal of the wavelength. അത് കാണണം of the second line in the Balmer series. അല്ലേ? അപ്പോൾ നമുക്കറിയാം ലോവർ ലെവൽ 1 ആണ്, പിന്നെ 2, 3, 4 അങ്ങനെ പോകുന്നു. ഓക്കെ, എന്നിട്ട് അങ്ങനെ പോയി ലാസ്റ്റ് ലെവൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാം, ലാസ്റ്റ് എനർജി ലെവൽ. അപ്പോ ബാൾമർ സീരീസിലെ ഫസ്റ്റ് ലൈൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? മൂന്നാമത്തെ ലെവലിൽ നിന്നും രണ്ടാമത്തെ ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ബാൾമർ സീരീസിൽ എന്താണ്, N1 എപ്പോഴും 2 ആയിരിക്കും, N2 എന്നത് 3, 4, 5 എക്സെട്ര ആണ് ഫസ്റ്റ് ലൈൻ. അപ്പൊ സെക്കൻഡ് ലൈൻ ഉണ്ടാകുന്നത് എങ്ങനെയാ? നാലാമത്തേതിൽ നിന്നും രണ്ടാമത്തേതിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ്. ഇവിടെ സെക്കൻഡ് ലൈനാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ N1 എന്തായാലും ബാൾമർ സീരീസിന്റെ കേസിൽ 2 ആണ്. ഓക്കെ, N2 അപ്പോ 4 ആണ്. നേരെ മറിച്ച് ഇത് ഫസ്റ്റ് ലൈൻ ആണെങ്കിലോ N2 3 ആവും. ലാസ്റ്റ് ലൈനാണ് ചോദിച്ചെങ്കിലോ N2 ഇൻഫിനിറ്റി ആവും. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം അക്കോർഡിംഗ് ടു റിഡ്ബർഗ്സ് ഇക്വേഷൻ 1/λ is equal to wave number is equal to RH into 1/n1 squared minus 1/n2 squared. അതായത് 10, 96, 77 into 1/2 squared minus 1/4 squared. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് വീഡിയോയിൽ ബോർസ് ആറ്റം മോഡൽ, അതിനുശേഷമുള്ള മോഡേൺ കോൺസെപ്റ്റ് ടു സ്ട്രക്ചർ ഓഫ് ആറ്റം, ഈ രണ്ട് ഏരിയയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Okay students, goodbye, study well.